ഏറ്റവും സന്തോഷമായ നിമിഷങ്ങളിലൂടെയാണ് അമൃതപുരി ഒട്ടാകെ കടന്നു പോകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ലേ ശ്രീജ, ഒരു 5 ലക്ഷത്തിലധികം ആളുകൾ ഒരുപക്ഷെ ഈ അമ്മയുടെ ഈ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃതപുരിയിൽ എത്തിയിട്ടുണ്ടാകും. പലരും അമ്മയുടെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഒപ്പം അമ്മയുടെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞ നിരവധി പേരും ഉണ്ട്. ഇന്ന് തന്നെ വിവാഹിതരായ നിരവധി പേർ, ഒപ്പം സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി അവസരം ലഭിച്ചവർ, അങ്ങനെ എത്രയെത്ര ആളുകളാണ് അമ്മയുടെ ആ കാരുണ്യത്തിന്റെ സ്പർശം അറിഞ്ഞ് മടങ്ങുന്നത്. ഒപ്പം ദർശനത്തിനായി വലിയ നിര തന്നെ ഉണ്ട്. ഈ കാത്തിരിക്കുന്ന ഓരോ മനുഷ്യനെയും അവസാന ആളെ വരെ കണ്ടതിന് ശേഷം മാത്രമേ അമ്മയുടെ ദർശനം പൂർത്തിയാകൂ. അതുകൊണ്ട് തന്നെ ആർക്കും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ വിപുലമായ ക്രമീകരണങ്ങൾ എല്ലാവർക്കും വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമൃതപുരിയിൽ ഒരുക്കിയിരുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്നും തുടരുന്നത്. ക്രമീകരണങ്ങളെല്ലാം സജീവമായി തുടരുകയാണ്. പ്രത്യേകിച്ചും UN-ൽ അമ്മ സംസാരിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ അതിന്റെ ഒരു പകിട്ടുകൂടി ശരിക്കും ഈ അമ്മയുടെ 72ാം ജന്മദിനത്തിലുണ്ട്, അല്ലെ ശ്രീജ? അങ്ങനെ പറയണ്ടേ? തീർച്ചയായും ഇത്തവണത്തെ പിറന്നാളിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. മലയാള ഭാഷയെ അമ്മ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചൊരു നിമിഷം, ഏത് മലയാളിയെ സംബന്ധിച്ചും ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ഇന്നലെ അമ്മയ്ക്ക് ആ ഒരു ആദരം സംസ്ഥാന സർക്കാർ കൈമാറിയപ്പോൾ ഓരോ മലയാളിയുടെ മനസ്സിൽ അത്രത്തോളം സന്തോഷം തോന്നിയ, അഭിമാനം തോന്നിയൊരു മുഹൂർത്തം തന്നെയായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട ചില രചനാ മത്സരങ്ങൾ, ഉപന്യാസ മത്സരങ്ങൾ, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളുമൊക്കെ ഇതോടനുബന്ധിച്ച് ഇന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ അമ്മയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് ഒന്നുകൂടി ഭംഗിയാകുന്നൊരു, അല്ലെങ്കിൽ കൂടുതൽ വിപുലപ്പെടുത്തുന്ന ഒരു ദിവസം തന്നെയാണ് സ്വാഭാവികമായും അമ്മയുടെ പിറന്നാൾ ദിനം. അഖില സൂചിപ്പിച്ചതുപോലെ സമൂഹ വിവാഹവും, ഒപ്പം തന്നെ ഒരുപാട് കുട്ടികളുടെ, അതിൽ കുട്ടികളുടെ അടക്കം ശസ്ത്രക്രിയ, ഹൃദയ ശസ്ത്രക്രിയയാണ് എടുത്തു പറയേണ്ടത്. ഫരീദാബാദിലും കൊച്ചിയിലെ അമൃത ആശുപത്രിയിലുമൊക്കെയായി അത്തരത്തിൽ 400ഓളം കുട്ടികളാണ് ജീവിതത്തിലേക്ക് അമ്മയുടെ കാരുണ്യത്തിലൂടെ തിരിച്ചു വരുന്നത്. അവരുടെ കുടുംബാംഗങ്ങൾ അവർ വളരെ സന്തോഷത്തോടുകൂടി ആ കാര്യം നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി നേരത്തെ ഒക്കെ. അപ്പൊ എന്തായാലും അത് കാണുമ്പോൾ, അവരുടെ ഒരു സന്തോഷം കാണുമ്പോഴേക്കും നമുക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം തങ്ങളാൽ സാധിക്കില്ല കുട്ടിക്ക് അത്രയും വലിയൊരു ശസ്ത്രക്രിയ നടത്തി കൊടുക്കുക. സാധാരണക്കാരായ ആളുകളാണ് അവർ. അപ്പോൾ അവർ നിറകണ്ണുകളോടെ പറയുകയാണ് അമ്മയെ ഒരിക്കലും മറക്കില്ല, അമ്മയാണ് തങ്ങളുടെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതൊക്കെ വളരെ സ്നേഹത്തോടുകൂടി അവർ അമ്മയെ ഓർക്കുന്നു. ഒപ്പം തന്നെ അമ്മ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സമൂഹ വിവാഹം, എത്രത്തോളം ആളുകളാണ്, 50ഓളം യുവതി യുവാക്കൾക്കാണ് സഹായധനം ഉൾപ്പെടെ നൽകിക്കൊണ്ട്, ആഭരണവും വസ്ത്രവും അടക്കം മറ്റ് എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് മഠം ചെലവ് വഹിച്ചുകൊണ്ട് ആ ഒരു വിവാഹം നടത്തിക്കൊടുത്തത്. അപ്പോൾ കാരുണ്യം, അമ്മയുടെ കാരുണ്യം അതൊരു വറ്റാത്ത ഉറവിടം തന്നെയാണല്ലേ? തീർച്ചയായും അക്ഷയപാത്രം പോലെ അതിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UN ജനറൽ അസംബ്ലിയിൽ അമ്മ സംസാരിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളാണ്. അമ്മയ്ക്ക് അത്തരത്തിൽ നിരവധി പുരസ്കാരങ്ങൾ പല അമ്മയുടെ മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായി എപ്പോഴും വരുന്നതാണോ ഇവിടെ ആശ്രമത്തിൽ? എപ്പോഴും ഇല്ല, ആദ്യത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട്? അമ്മയെ കണ്ടോ? ഓ, എങ്ങനെയുണ്ട്? എങ്ങനെ ദർശനം കിട്ടി? എല്ലാ കാര്യവും സുഖമായി ദർശനം നല്ല ദർശനമായി. പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നത്. ഇവിടെ ഇപ്പൊ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? മിനിഞ്ഞാന്ന് ഇന്ന് പങ്കെടുത്തത് നന്നായി. വ്യാഴാഴ്ച ഇവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾ ക്രമീകരണങ്ങളൊക്കെ? നിങ്ങൾക്ക് തൃപ്തികരമായി? എല്ലാം വേണ്ടവരി ഉണ്ടായിരുന്നു. കാരണം ചായയിലും അല്ലെങ്കിൽ മറ്റേ ചോറായാലും എല്ലാ കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുവരെ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡാണെങ്കിലും യഥേഷ്ടം ഉണ്ടായിരുന്നു. ഒന്നിനും കുറവില്ല. നല്ല ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നിയത് ദർശനം. ആദ്യമായിട്ടാണ് അമ്മയെ കാണാൻ വരുന്നത്. നമുക്ക് ആദ്യം പറഞ്ഞു കേട്ടുമ്പോ ഇത്രയൊന്നും തോന്നിയില്ല. ഇവിടെ വന്നേക്കുമ്പോ ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഞങ്ങൾ ഒരു തവണ കണ്ടിട്ടുണ്ട്, താനൂരിന്ന് അവിടുന്ന് വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്രയും ബർത്ത്ഡേക്കൊക്കെ പോയിരുന്നേ ഉള്ളൂ. വരുന്ന ഫസ്റ്റ് ടൈമാണ്. ഇത് തന്നെയാണ് അശ്വതി, എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്, അതായത് ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ അത്രയും വലിയ ക്രമീകരണങ്ങൾ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ ഇവിടെ എത്തി. അപ്പൊ 3-4 ദിവസമായി അവർ ഈ അമൃതപുരിയിലും പരിസരത്തുമായിട്ട് ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ വളരെ കാര്യമായി ഒരുക്കിയിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീജ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് നിരവധി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠം വലിയ 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 പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക്. കഴിഞ്ഞ വർഷം ശ്രീജ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അമ്മയുടെ പിറന്നാൾ ആഘോഷം പോലും വളരെ ക്രമീകരണം വളരെ ചുരുക്കിയിരുന്നു. അന്ന് പോലും വയനാട് ദുരന്തത്തിനായി രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. ശാസ്ത്രീയ സാങ്കേതിക രംഗങ്ങളിലൊക്കെ അമ്മയുടെ കയ്യൊപ്പ്. അമ്മ പല മേഖലകളിലും അല്ലെ, അമ്മയുടെ ഒരു അറിവ് ഇക്കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എല്ലാ കാര്യങ്ങൾക്കും അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ നേതൃത്വം നൽകുന്നത്. അവരെ നയിക്കുന്നത് അമ്മയാണ്.
അത് വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ ഭൂകമ്പമൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രീജ സൂചിപ്പിച്ച പോലെ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിലൊക്കെയുള്ള വലിയ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ദുരന്തമുണ്ടായപ്പോൾ ഇനി അത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അമ്മയുടെ വലിയ ദീർഘവീക്ഷണമാണ് ഇനി നാളത്തേക്കുള്ള അമ്മയുടെ വലിയ കരുതലിന്റെ ഭാഗം തന്നെയാണ് അത്. കാരണം നമ്മളിപ്പോ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സ്ഥിരമായി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അങ്ങനെ വേണ്ടേ കരുതൽ? അതെ, തീർച്ചയായും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നതെന്ന് പറയുന്നത് പ്രളയം പോലുള്ളത്. നമുക്കിപ്പോൾ ഓരോ വർഷവും നമ്മളത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അമ്മയുടെ മക്കൾ വേദനിക്കരുത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടരുത് എന്നുള്ളൊരു ഉൾക്കാഴ്ച അമ്മയ്ക്ക് ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അമ്മ കൂടുതലായും പ്രാമുഖ്യം നൽകുന്നത്. ഈ പറഞ്ഞതുപോലെ അമ്മയുടെ സേവനങ്ങൾ അത് താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. നമുക്കറിയാം, ഇന്ന് ഒരു പ്രഖ്യാപനമുണ്ടായത് 6000-ഓളം ശൌചാലയങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. അത് കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള 3 സംസ്ഥാനങ്ങളിലായി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ 6000-ഓളം ശൌചാലയങ്ങൾ നിർമ്മിച്ച് നൽകുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപും ഇത്തരത്തിൽ മഠം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ തന്നെയാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ഒരു പിറന്നാളിനെ മഹത്തരമാക്കുന്നത്. തീർച്ചയായിട്ടും അത് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീജ ഓർക്കുന്നുണ്ടല്ലോ, സുനാമി നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം വിതച്ച അല്ലെങ്കിൽ ഒരു ദുരന്തമായി മാറിയ സുനാമി വലിയ ദുരന്തമായിരുന്നല്ലോ. അതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ ആളുകൾ ഉണ്ടായിരുന്നു. ആ നഷ്ടങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് അമ്മ വളരെ കാര്യമായി അമ്മ അതിൽ പഠിച്ചു. അതിനുശേഷം അതിനു വേണ്ടിയുള്ള എത്ര വീടുകളാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത്. അവരുടെ കരുതലിന് വേണ്ടി എന്തൊക്കെ സഹായങ്ങളാണ് അമ്മ അവർക്ക് സ്വയം തൊഴിലിന് വേണ്ടിയുള്ള സഹായങ്ങൾ അടക്കം മഠവും അമ്മയും ചെയ്തു കൊടുത്തു. ഒപ്പം തന്നെ നമ്മൾ രാവിലെ കണ്ടതാണ് അമൃത സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങളെ. അവർക്ക് ശരിക്കും ഒരു കരുതലായി എന്നും അമ്മ ഉണ്ടായിരുന്നു. ഈ നമുക്ക് അമ്മയുടെ ദർശനത്തിനായിട്ട് എനിക്കൊന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരാണ്. നമുക്ക് ചോദിച്ചു നോക്കാം, ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ 1982 മുതൽ അമ്മയെ കാണുന്നുണ്ട്. എന്താണ് ഒരു എക്സ്പീരിയൻസ് അമ്മയെ കാണുന്നത്? അമ്മ തന്നെ ഒരു അനുഭവമാണ്. നമുക്കത് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ് അത്. അമ്മ പറയുന്ന മാതിരി പഞ്ചസാരയുടെ മധുരം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും മധുരമാണ് അമ്മയുടെ ഓരോ ദർശനവും നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും വരുമ്പോൾ അടുത്ത ബർത്ത്ഡേക്കും എനിക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന് എപ്പോഴും ഞാൻ തലശ്ശേരി ഇവിടെ 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ വന്നത് ഇന്നലെ കാലത്ത് വന്നാണ്. ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1991 ഞാനിവിടെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അമൃത വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു. ഇവിടെ ക്യാമറയിൽ കൂടി നോക്കിയാൽ കാണാം അമ്മ എന്ന് പറയുന്ന സ്നേഹം ആ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അത്രത്തോളം സ്നേഹമാണ് അവർക്ക്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആളുകളുടെ സ്നേഹവും കരുതലും ഒക്കെ ആയി മാറുന്ന അമ്മയെ ഈ പിറന്നാൾ ദിനത്തിൽ ഒന്ന് വന്ന് കാണാതെ എങ്ങനെയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ജീവിതത്തിൽ സൗഭാഗ്യം. ആപാദം തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ. നിങ്ങളുടെ ഒരു ടീം ഒപ്പം കൂടെയുള്ള എല്ലാവരും ആദ്യത്തെ തവണയാണോ? പലവരും ഫസ്റ്റ് ടൈമാണ്. കുറെ പേര് നേരത്തെ കണ്ടിട്ടവരുണ്ട്. ഇപ്പൊ കണ്ടവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അമ്മയെ വന്ന് കാണാനുള്ള ഒരു പ്രചോദനമാവുകയാണല്ലേ സ്വാഭാവികമായും? അതെ, ഇപ്പൊ ഓക്കെ, ശരി. എന്തായാലും വളരെയധികം സന്തോഷം. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ അനുഭവങ്ങൾ. അല്ല, ശ്രീജ പറഞ്ഞ പോലെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൊ വൈകാരികമായി കൂടി അമ്മ എത്രത്തോളം കരുതലാണ് അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം എത്രത്തോളം വലുതാണ് എന്നുള്ളതിന്റെ ഒരു ഇത് തന്നെയായിരുന്നു അത്. ഏതായാലും വലിയ ആഘോഷങ്ങൾ അമൃതപുരിയിൽ ഇങ്ങനെ തുടരുകയാണ്. അമ്മ പറയുന്നത് അമ്മയ്ക്ക് ജന്മദിനം ആഘോഷമല്ല എന്നാണെങ്കിൽ പോലും അമ്മയുടെ മക്കൾ തീർച്ചയായിട്ടും മക്കൾക്ക് അത് വലിയ ആഘോഷമാണ്. ആ ആഘോഷങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഒപ്പം അമ്മയുടെ ദർശനം കാത്ത് നിരവധി പേരുണ്ട്. അവരിലെ അവസാനത്തെ ആളെയും കണ്ടതിന് ശേഷം മാത്രമേ അമ്മ ആ വേദി വിട്ടുപോകൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അമൃതപുരിയിൽ ഇങ്ങനെ ആഘോഷങ്ങൾ തുടരുകയല്ലേ? അതെ, തീർച്ചയായും.